ഗുരുവായൂർ നഗരസഭയിലെ 14 താൽക്കാലിക തൊഴിലാളികൾക്ക് ഓണത്തിന് ശമ്പളം ലഭിച്ചില്ലെന്ന നഗരസഭ പ്രതിപക്ഷ നേതാവിന്റെ പ്രസ്താവന വാസ്തവ വിരുദ്ധമാണെന്ന് ചൂണ്ടിക്കാട്ടി തൊഴിലാളികൾ രംഗത്തെത്തി. തനത് ഫണ്ടിൽ നിന്ന് ശമ്പളം നൽകാനാവില്ലെന്നും പ്രൊജക്ടിന് പണം വരുമ്പോഴാണ് ശമ്പളം ലഭിക്കുകയെന്നും നേരത്തെ തന്നെ ബോധ്യപ്പെട്ടാണ് തങ്ങൾ ഈ ജോലിക്ക് വന്നതെന്ന് തൊഴിലാളികൾ പറഞ്ഞു. എങ്കിലും തങ്ങളുടെ അവസ്ഥ അറിയുന്നതിനാൽ ഓണക്കാലത്ത് നഗരസഭയുടെ ഭാഗത്തു നിന്ന് സഹായം ലഭിച്ചുവെന്നും അവർ പറഞ്ഞു. മറിച്ചുള്ള പ്രതിപക്ഷ നേതാവ് KP ഉദയന്റെ പ്രസ്താവന വാസ്തവ വിരുദ്ധമാണെന്നും താൽക്കാലിക തൊഴിലാളികൾ ചൂണ്ടിക്കാട്ടി. 2-3 ദിവസം മുന്നേ ഈ GSA എന്ന് പറയുന്ന ന്യൂസ് ചാനലിൽ ഒരു വാർത്ത വന്നിരുന്നു. പ്രതിപക്ഷ നേതാവ് KP ഉദയൻ 14 ആൾക്ക് ശമ്പളം താൽക്കാലിക ജോലിക്കാർക്ക് ശമ്പളം കിട്ടാത്തതിനെതിരെ പ്രതിഷേധം എന്ന് പറഞ്ഞിട്ട്. ആ വാർത്ത വാസ്തവ വിരുദ്ധമാണ്. കാരണം ഞങ്ങൾ 14 പേരെയും രണ്ടാം വട്ടം ജോലിക്ക് എടുക്കുമ്പോൾ ഞങ്ങളെ ഇതൊരു ഓൺ ഫണ്ട് നിർത്തി ചെയ്യാൻ പറ്റില്ല, ഇത് വേറൊരു പ്രൊജക്റ്റാണ്, ആ പ്രൊജക്റ്റിൻ്റെ ഫണ്ട് വന്നാലേ ഞങ്ങൾക്ക് ശമ്പളം തരാൻ പറ്റൂ, അതെന്നാണെന്ന് പറയാൻ പറ്റില്ല എന്ന് എല്ലാ തരത്തിലും പറഞ്ഞ് ബോധ്യപ്പെടുത്തിയിട്ടാണ് ഞങ്ങളെ ഈ ജോലിക്ക് എടുത്തിരുന്നത്. അപ്പോൾ പിന്നെ അതിൽ ശമ്പളം കിട്ടിയിട്ടില്ല എന്ന് പരാതി പറയാൻ യാതൊരു നിർവാഹവുമില്ല. പിന്നെ ഞങ്ങൾക്ക് ഓണത്തിന് ഞങ്ങളുടെ അവസ്ഥ കണ്ടിട്ട് സാറുമാരെല്ലാവരും കൂടി ഞങ്ങളെ മുനിസിപ്പാലിറ്റി ആയാലും സാറുമാരായാലും ഞങ്ങളെ നല്ല രീതിയിൽ സഹായിച്ചിട്ടുണ്ട്. സംതൃപ്തരായി തന്നെയാണ് താൽക്കാലിക ജീവനക്കാരായി തങ്ങൾ തുടരുന്നതെന്ന് അവർ GSA ന്യൂസിനോട് പ്രതികരിച്ചു.